ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ബപ്പി ലഹരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ആഴം കുറവും സ്റ്റൈൽ കൂടുതലുമാണ് എന്നുള്ളതാണ്. ബപ്പി സാർ, ആ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആപ് ജസ കോയി, മേരെ സിന്ദഗി മേ ആയേ എന്ന പാട്ട്, അതിലെല്ലാം ഒരു വ്യത്യസ്തമായ റിതം ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾ പറയാറുണ്ട് ബപ്പി സാർ കമ്പോസ് ചെയ്യുന്ന പാട്ടുകളും അതുപോലെ മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾക്കുള്ള വ്യത്യാസം ശബ്ദം കൂടുതലും മെലോഡി കുറവാണെന്നുള്ളതാണ്. അല്ല, ശബ്ദം ഇപ്പോഴാണ് അധികമായിരിക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന മെലോഡി ഡിസ്കോദ ഇങ്ങനെ ഇരിക്കും. അതായത് ചോരോ ചോരോ മേരി രാഗേ മേരി ബാഗേയാ യേ ഹേ പ്യാർ കി ഹത്കടി ഡിസ്കോ സ്റ്റേഷൻ ഡിസ്കോ. ഈ പാട്ട് പറയുകയാണെങ്കിൽ വളരെ മെലോഡിയായ സോങ് ആണ്. വളരെ വലിയ ഹിറ്റായിരുന്നു ഈ പാട്ട്. ഞാൻ എപ്പോഴും എന്റെ വോയിസ് അപ്പിലാ വെക്കാം. അതാണ് എന്റെ ശീലം. എന്റെ മറ്റൊരു പാട്ട് കൂടിയുണ്ട്. രാതേ ബാക്കി ബാത്തേ ബാക്കി ഹോനാ ഹൈ ജോ ഹോ ജാനേ ദോ. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ, അതായത് ആപ് ജൈസാ കോയി നെയ് വന്നപ്പോൾ ആ സമയത്ത് ഒരു ഇൻസ്ട്രുമെന്റ് ഇൻട്രൊഡ്യൂസ് ആയി. ഞാൻ പിന്നെ ബിറ്റോ രണ്ടുപേരും പ്രാക്ടിക്കൽ ഡിസ്കോ മ്യൂസിക് കൊണ്ടുവന്നു. സുരക്ഷ എന്ന പടത്തിൽ മിഥുൻ ചക്രവർത്തി അഭിനയിച്ചു. അത് വലിയ ഹിറ്റായിരുന്നു. ഇങ്ങനെയുള്ള പാട്ട്. താങ്കൾ ഹോളിവുഡ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയാണ് സംഗീതം ഉണ്ടാക്കിയത്. അവിടെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മ്യൂസിക് താങ്കൾ എടുത്തു. പക്ഷെ അവർ താങ്കളുടെ മ്യൂസിക്കിൽ ഇൻസ്പയർ ആയപ്പോൾ താങ്കൾ അവർക്കെതിരായിട്ട് കേസ് കൊടുത്തു. അതായത് നിങ്ങൾ എൻ്റെ എല്ലാ പാട്ടുകളും കേട്ട് കാണും. അതിൻ്റെ കുറ്റങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അതിൽ ഞങ്ങൾ കറക്റ്റായ നോട്ട്, അതായത് കറക്റ്റായ ഇൻസ്ട്രുമെന്റ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഹോളിവുഡ് പാട്ടിനെതിരെ കേസ് കൊടുത്തപ്പോൾ കലിയോ കാ ചമൻ ജബ് ബൻതാ ഹൈ തോരാ രേശം ലഗ്താ ഹൈ. പ്രമോദ് ചക്രവർത്തിയുടെ ജ്യോതി എന്ന് പറഞ്ഞ പടമാണിത്. ജീതേന്ദർ ഹേമജി അഭിനയിച്ചിരുന്നു. ആ പാട്ട് ലതാജി പാടിയിരുന്നു. ആ സെയിം ട്രാക്ക് എൻ്റെ മെഹബൂബയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തു. അത് അഡിക്റ്റീവ് ആയിരുന്നു ആ ആൽബത്തിൽ. അത് ഡോക്ടർ ഡ്രൂവിൻ്റെ ആൽബമായിരുന്നു. അപ്പൊ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് ഒറിജിനൽ ട്രാക്കായിരുന്നു. ഞാൻ എന്ത് വേണമെങ്കിലും കണ്ട് ഇൻസ്പയർ ആകാം. ജിമ്മി ജിമ്മി ആജ ആജ എന്നൊരു നോട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ട്രാക്ക് എനിക്ക് എടുത്തുകൂടാ. അത് തെറ്റല്ല. പക്ഷേ അവർക്കെതിരായിട്ട് താങ്കൾ തുടർന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 1.5 വർഷം അവിടുത്തെ കോടതിയിൽ താങ്കൾ പോയി വന്നുകൊണ്ടേയിരുന്നു. ജനങ്ങൾ മോഷ്ടാവിന് തേള് കുത്തിയതില്ലെന്നാണ്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ രാജ്യത്തുള്ളവർ, നമുക്ക് എതിരായിട്ടുള്ളവർ, അവരാരെങ്കിലും പറഞ്ഞു കാണും. പക്ഷേ വലിയ തോതിൽ പബ്ലിക് ഒന്നും, എന്നെ സ്നേഹിക്കുന്നവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതായത് ബപ്പി ലഹരി തനിക്ക് വേണ്ടിയല്ല കോടതിയിലേക്ക് പോയത്, ഇന്ത്യക്ക് വേണ്ടിയാണ് പോയതെന്ന്. ഇന്ത്യയുടെ പാർട്ട് നമ്പർ 1, നമ്പർ 3 അമേരിക്കയിൽ വായിച്ചിരിക്കുന്നു. അതിൽ മ്യൂസിക് ഡയറക്ടറുടെ പേരിട്ടിരുന്നില്ല. സോ ഈ കേസിന് വേണ്ടി ഞാൻ കോടതിയിലേക്ക് പോയത്, അതായത് എനിക്ക് വേണ്ടിയല്ല പോയത്, ബപ്പി ലഹരിക്ക് വേണ്ടിയല്ല, മുഴുവൻ ഇന്ത്യക്ക് വേണ്ടിയാണ് പോയത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോയത്. എൻ്റെ വിജയത്തിൽ അവരെൻ്റെ പേരിട്ടിരുന്നു. എൻ്റെ പേരിട്ടിട്ട് ഒറിജിനൽ കമ്പോസർ ബപ്പി ലഹരി എന്ന് ഇട്ടിരുന്നു. ഇപ്പോഴും സെറ്റിൽമെന്റ് ബാക്കിയുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോൾ വന്നാലും അത് എല്ലാവരുടെയും വിജയമാണ്, എൻ്റെത് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളവരെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ 20 വർഷത്തിന് മുൻപ് ഇട്ട പാട്ടുകൾ വെച്ച് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പടങ്ങളിൽ ഇൻസ്പയർ ആകുകയാണ്. അതായത് നിങ്ങൾ പറയുന്നത് സംഭവിക്കുന്നുണ്ട്. ധർമ്മേഷ് ദർശനോടെ പടം ദും ദിൽ കി ധഡ്കൻ ഹോ, ആ സിനിമയിൽ അതായത് പറയുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞു എന്നെ എല്ലാവരും കോപ്പി കാറ്റ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെന്ന്. ഇപ്പോ എന്റെ പാട്ട് വന്ന് സാസോ സേ നഹി കദമോ സേ നഹി മുഹബ്ബത്ത് സേ ചൽതി ഹൈ ദുനിയ തോ അബ് തും ദിൽ കി ധഡ്കൻ ഹോ. ഈ പാട്ടാണെങ്കിൽ താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കരൺ ജോഹറിന്റെ കുച്ചു കുച്ചു ഹോത്താഹായ് പോലുള്ള വലിയ സിനിമകളിൽ താങ്കളുടെ മ്യൂസിക് വെച്ച് ഇൻസ്പയർ ആയിരിക്കും. അതിൽ കുറച്ച് നോട്ടുകൾ എന്റേതുപോലെയായിരുന്നു. ജാനാ കഹാ ഹൈ പ്യാർ യഹാ ഗൈ ദര 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 ദ കുച്ചു കുച്ചു ഹോത്താ ഹൈ. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചില നോട്ട്സ് പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ, ഞാനാണെങ്കിൽ ചെറുപ്പത്തിൽ സലീൽ ദായെ ഫോളോ ചെയ്യുകയായിരുന്നു. എസ് ടി ബർമൻ സാറിനെ ഫോളോ ചെയ്തിരുന്നു. ആയിരിക്കാം ഇപ്പോൾ ഉള്ള കമ്പോസേഴ്സ്
പുതിയതായിട്ട് വന്ന ജൂനിയേഴ്സ് നല്ല പേരൊക്കെ അവർ സമ്പാദിച്ചിട്ടുണ്ട്, പ്രശസ്തരാണ്, ഹിറ്റ് സോങ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. എന്റെ അടുത്തുനിന്ന് ചില ഇൻസ്പിറേഷൻസ് അവർ എടുത്തിട്ടുണ്ടെങ്കിലും ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ അടുത്തുനിന്ന് എടുത്താലും നല്ലത് തന്നെ. ആഫ്റ്റർ ഓൾ ഞങ്ങൾ നൽകിയിരിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിരിക്കും അല്ലേ? എന്റെ അടുത്ത് മറ്റൊരു എക്സാമ്പിളും ഉണ്ട്. മൊഹബത്തയുടെ സിനിമ ഹംകോ ഹമേഷെ ചുരാലോ. അതുപോലെ ഒരുപാടുണ്ട്. അതുപോലെ ഞാൻ ആരുടെ മേലും കുറ്റാരോപണം നടത്താൻ തയ്യാറല്ല. പക്ഷേ നിങ്ങൾ പറയുന്നു തീർച്ചയായും ചില സമയത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് എടുത്തെന്നുള്ള കാര്യം പബ്ലിക്കിനോട് പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് എടുത്തു എന്നത് അതെ എന്റെ തീം മ്യൂസിക് ഇൻസ്പയർ ആയത്. ഈ പാട്ടാണെങ്കിൽ ഈ മ്യൂസിക് നോക്കുകയാണെങ്കിൽ ആനാ ജാനാ ലഗാ രഹേഗാ ദുഃഖ് ജായേഗാ സുഖ് ആയേഗാ करेगा जो भी भलाई के काम उसका ही नाम रह जाएगा. ഇതാണ് പാട്ട്. പക്ഷെ ഇതിൽ എന്റെ ഒരു തീം മ്യൂസിക് ഉണ്ടായിരുന്നു മൗത്ത് ഓർഗണിൽ. ഈ പാട്ടാണെങ്കിൽ ഈ മ്യൂസിക് മുഴുവൻ പടത്തിലും ഉണ്ടാകും. അമിതാഭ് ജി, കമലഹാസനൊക്കെ ഉണ്ടായിരുന്നു. സോ തീം പാട്ടിൽ നിന്നും മ്യൂസിക് മുഹബത്ത് എന്ന പടത്തില് കുറച്ച് മാച്ച് ആകുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇൻസ്പിറേഷനാണ്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ്. എന്റെ ഇപ്പോൾ ഉള്ള ജനറേഷൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നു. ലക്ഷ്മി ജി, ആർ ഡി ബർമൻ എന്റെ പാട്ടുകളിൽ ഇൻസ്പയർ ആയി പുതിയ പാട്ടുകൾ ചെയ്യുന്നു. ഐ എം വെരി ഹാപ്പി. ഞാൻ അവരെ കുറ്റം പറയുകയില്ല. ഇങ്ങനെ ഒരാളുടെ പാട്ട് മറ്റൊരാൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പോൾ താങ്കൾ കുട്ടിക്കാലം മുതലേ ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറയുന്നു. അതായത് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ന് താങ്കൾ മ്യൂസിക് കോപ്പി ചെയ്യുന്നു, നാളെ പാട്ടുകൾ കോപ്പി ചെയ്യും, പിന്നെ ഹോളിവുഡ് പടങ്ങളിൽ നിന്ന് കോപ്പി ചെയ്യും. ശേഷം ഇന്ത്യയുടേതായ എന്ത് അടയാളം ബാക്കി ഉണ്ടാവും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യത്തേത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബോളിവുഡിൽ ഹോളിവുഡ് സ്റ്റോറി കോപ്പി ചെയ്യുന്നത് നിർത്തൂ. അവിടെ ഏത് പടം ഹിറ്റാവുന്ന അതാണ് ഇവിടെ ഉണ്ടാവുക. അത് നിർത്താൻ പറയൂ. ആൻഡ് പാട്ടുകൾ ഒറിജിനൽ സ്ക്രിപ്റ്റ് ആയിരിക്കണം. ഞാൻ അതാ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വേണം ഉണ്ടാവാൻ. ഓരോ സബ്ജക്റ്റ് ഉണ്ടാവണം. ഓരോ മ്യൂസിക് ഡയറക്ടറും ഫുൾ ഇന്ത്യൻ മ്യൂസിക് അതിൽ നൽകണം. താങ്കളുടെ പാട്ടുകൾ ഹിറ്റായപ്പോൾ, താങ്കൾ വലിയ മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ, ആ സമയത്ത് താങ്കൾ എന്താണ് ഇൻസ്പിറേഷനായിട്ട് എടുത്തതെന്ന് അറിയില്ല, എന്നാൽ ഡബിൾ മീനിങ് പാട്ടുകളാണ് ചെയ്തത്. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ധാരാളം പാട്ടുകൾ. ലാൽ തുപ്പട്ടെ വാരി തേരെ നാം തോ പത്ത, അത് കുറച്ച് ഡബിൾ മീനിങ് പാട്ടായി വന്നു. എനിക്കും അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷേ പാട്ട് വളരെ വലിയ ഹിറ്റായി. ഗുട്ടൂർ ഗുട്ടൂർ. ആ സമയത്ത് ആ സോങ് വലിയ ഹിറ്റായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഡബിൾ മീൻ പാട്ടുകൾ ഒരു സീസൺ പോലെയായിരുന്നു. ഞാൻ എപ്പോഴും കാണും. ഞാൻ 32 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. പല ചേഞ്ചസും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒറിജിനൽ പാട്ട് ഭോജ്പുരി പാട്ടാണ്. ഷോരിനാമിൽ വളരെ വലിയ ഹിറ്റായി. ഗുട്ടൂർ ഗുട്ടൂർ പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ജനങ്ങളോടൊന്ന് പറയും. ഞാനൊരു 2-3 പാട്ടുകൾ പാടാം. അതൊക്കെ ഡബിൾ മീനിങ് പാട്ടുകളാണ്. एक आंख मारू तो पर्दा हट जाए, दूजी आंख मारू कलेजा कट जाए, दोनों आंखें मारू तो छोरी पट जाए, छोरी पट जाए. അതിനുശേഷം ഈ പാട്ടും കുറച്ച് ഡബിൾ മീനിങ്ങിലാണ് ഉണ്ടായിരുന്നത്. ഈ പാട്ട് വളരെ വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം മറ്റൊരു പാട്ട്, झोपड़ी में चार पाई मानुस बिना रोए परे, प्यार का कर ले हंगामा, निकल न जाए ये सुहानी घड़ी, झोपड़ी में चार पाई. ഈ പാട്ട് മവാലിയിൽ. അതിനുശേഷം നിങ്ങൾ പറഞ്ഞ ഈ പാട്ട്, अरे चढ़ गया ऊपर रे अटरिया पे लूटन का भूतर रे, अरे पंछी दीवाना पाए जहाँ दाना, आयोगी मुड़ मुड़ के
अटरिया पे होए, अटरिया पे होए, अटरिया पे लोटन कबूतर रे। अरे गुटुर 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 हाय हाय गुटुर गुटुर. ഇതുപോലത്തെ പാട്ടുകൾക്ക് കമ്പോസ് ചെയ്തെന്ന് എന്തെങ്കിലും താങ്കൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താന്നറിയില്ല, ആ സമയത്ത് ഈ ചോളി കെ പീച്ച പാട്ട് വന്നപ്പോ ആ സമയം തൊട്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരാൻ തുടങ്ങി. ചോലി കെ പീച്ച വന്ന് അതിനുശേഷം 6 മാസം കഴിഞ്ഞാണ് ഈ പാട്ട് വന്നത്. പ്രൊഡ്യൂസർ പിന്നെ വന്ന് പറഞ്ഞു, പപ്പീജി ഇതുപോലുള്ള പാട്ട് ഇട്ട് തരുമെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. ആ വാക്കുകൾ കേട്ട് 5 ഒരുമാതിരി ഫീൽ ചെയ്യും. പപ്പി ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും ചെയ്യില്ലെന്ന് പറയും. ഇതുപോലുള്ള ഡബിൾ മീനിങ് സോങ്സ് ഒന്നും ഒരുപാട് കാലം നിൽക്കില്ല, കുറച്ചു കാലേ പോകൂ. ഒരു 6 മാസം 8 മാസം കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ആ സീസൺ കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷേ ഇപ്പോൾ വരുന്ന റീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് വീണ്ടും ആ പാട്ടുകളിൽ ഡബിളിന് പകരം ത്രിബിൾ മീനിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതും ശരിയാ. റീമിക്സ് പാട്ടുകളൊന്നും മോശമല്ല, റീമിക്സിന്റെ വീഡിയോ ഉണ്ടല്ലോ അത് കുറച്ച് മോശമാണ്. താങ്കളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന സംഗീതം കേൾക്കാൻ നല്ല ഇമ്പമുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സംഗീതം അധികവും കാണാൻ മാത്രമാണ് ഭംഗിയുള്ളത്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ താങ്കൾ ഏത് ഭാഗത്താണ് നിൽക്കുക എന്ന് പറയൂ സർ. അല്ല, വിഷയം എന്താണെന്ന് വെച്ചാൽ പാട്ടുകൾ കാണുന്നു, കേൾക്കുന്നില്ല. നിങ്ങൾ TV ഓൺ ചെയ്ത് 10 പ്രാവശ്യം ആ പാട്ട് തന്നെ കണ്ടാൽ അത് ഹിറ്റാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആൽബം ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം 50 പ്രാവശ്യം അത് പ്ലേ ചെയ്യൂ. കുറച്ച് കാശ് ചെലവാക്കി അതും ഹിറ്റാകും. ഡ്രസ്സൊക്കെ വളരെ കുറച്ചായിട്ട് ധരിക്കണം. അല്ലല്ല, അതായത് സിംഗേഴ്സ് ഒന്നും വസ്ത്രം കുറയ്ക്കേണ്ട കാര്യമില്ല. സിംഗേഴ്സിന് കോട്ടും സൂട്ടൊക്കെ ഇടാം. പുതിയ സ്റ്റൈൽ ഉണ്ടാക്കൂ. എന്റെ ചെയിൻ പോലെ ഒരാൾക്ക് തൊപ്പിയായിരിക്കാം, ഒരാൾക്ക് ബ്രേസ്ലെറ്റ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഉണ്ടാക്കൂ. ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കി ഒരു പുതിയ പാട്ട് ചെയ്യൂ, നിങ്ങൾ സ്റ്റാർ ആകും. ഇപ്പോൾ താങ്കൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തില്ലേ, ഫുട്ബോൾ ഫീവർ? അതെ അതെ, അത് വളരെ ഹിറ്റായിരുന്നു. ജനങ്ങൾ അത് കാണുകയും ചെയ്തു. അതിൽ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലുമുള്ള ഡബിൾ മീനിങ്ങും ഇല്ല. സത്യത്തിൽ ജനങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന പാട്ടുകളാണ്. എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ ശ്രമിച്ചു. കാരണം ഞാനൊരു ഫുട്ബോൾ ലവറാ. ആൻഡ് റിക്കി മാർട്ടിൻ ഒരു പാട്ട് പാടി ഒരു 4 വർഷങ്ങൾക്ക് മുൻപ്. ആ പാട്ട് സോ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നും ഫുട്ബോൾ വളരെ വലിയ നമുക്ക് ഇപ്പോ ഇന്ത്യയുടെ ഫുട്ബോൾ ടീം എന്ന് പറയാൻ ഒന്നുമില്ല. അതായത് വേൾഡ് കപ്പിൽ, അതായത് ഞാൻ എല്ലാ പ്ലേയേഴ്സിനെയും ഇൻസ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഫുട്ബോളിൽ. അതുകൊണ്ടാണ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്തത്. ഞാൻ നിങ്ങൾക്കായി അത് പാടി കാണിക്കാം. ഫുട്ബോൾ ഫീവർ നടന്നുകൊണ്ടിരിക്കുന്നു. ഓലേ 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 ഫുട്ബോൾ ഫീവർ, ഓലേ ഓലേ ഓലേ, കം ഓൺ എവരിബോഡി. ഓലേ 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 ഫുട്ബോൾ ഫീവർ, ഓലേ ഓലേ ഓലേ. ഫുട്ബോൾ ഈസ് അവർ ലൈഫ്, ഫുട്ബോൾ है जिंदगी. ब्राजील गोया जर्मन, इटालिया इंग्लैंड, अर्जेंटीना या फ्रांस, फुटबॉल से है रोमांस. ओले ओले ओले, इट्स फुटबॉल फीवर, ओले ओले ओले. താങ്ക് ഗോഡ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഞാൻ ഏതൊക്കെ ഫുട്ബോൾ ടീമിന്റെ പേര് പാടിയോ അത് രണ്ടും വലിയ തോതിൽ ഇറ്റലിയും ഫ്രാൻസും ഫൈനലിലെത്തി. ഞാൻ വെറും സപ്പോർട്ടറാണ്, പക്ഷെ എന്റെ സപ്പോർട്ട് എപ്പോഴും ബ്രസീലിനാണ്. വളരെ സങ്കടം തോന്നുന്നു. ഞാൻ പോകേണ്ടതായിരുന്നു, ജർമ്മനിൽ ഉണ്ടാവണമായിരുന്നു. എല്ലാ ടിക്കറ്റും ഞാൻ ക്യാൻസൽ ചെയ്തു. സത്യം പറയാണ്, ബ്രസീൽ തോറ്റപ്പോ ഞാൻ ഒരുപാട് വേദനിച്ചു. പക്ഷേ എനിവേ, ഇറ്റാലിയൻ ഫ്രാൻസ് ആ പാട്ടിലുള്ള 2 പേരും വന്നു. സോ കാണാം 9-ാം തീയതി എന്ത് സംഭവിക്കുമെന്ന്. കപ്പ് ആർക്കാണെന്ന് നോക്കാം.